സിറാജ് ലൈവിലേക്ക് സ്വാഗതം. സിറാജിൻ്റെ എജുവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായിട്ടുള്ളതാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അത് വലിയ തോതിൽ ഉയരുകയും സമീപകാലത്ത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആശയം അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് സംവദിച്ച ദിലീപ് കെ കൈനിക്കര, അദ്ദേഹം നമ്മുടെ തിരൂർ സബ് കളക്ടറാണ്, അതോടൊപ്പം ജില്ലാ വികസന കമ്മീഷണർ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സാർ, ഇപ്പം മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ആശയം ദീർഘകാലമായിട്ടുള്ളതാണ്. പക്ഷേ അടുത്തിടെ സാർ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ഊർജം കൈവന്നിട്ടുണ്ട്. എന്തുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിക്കപ്പെടണം? അല്ല, അതൊരു പുതിയ ആവശ്യമല്ലല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ തിരൂർ സബ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ നമുക്കറിയാം പല മേഖലകളിലും ഒരു വലിയൊരു ജില്ല എന്നുള്ള നിലയിൽ ഭൂമിശാസ്ത്രപരമായിട്ടാകട്ടെ ജനസംഖ്യാപരമായിട്ടാകട്ടെ അപ്പോൾ ആ ഒരു വിസ്തൃതിയും ജനസാന്ദ്രതയുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരൊറ്റ ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് നമുക്കത് നിയന്ത്രിക്കുന്നതിൽ അതോടൊപ്പം ജനങ്ങൾക്ക് സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൊക്കെയുള്ള പല പരിമിതികളും നമുക്ക് നേരിട്ട് മനസ്സിലാവുകയും പൊതുജനങ്ങൾ നമ്മളോട് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ. സോ ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പുതിയൊരു സർക്കാർ വന്നപ്പോൾ ക്രിയാത്മകമായ ഒരു 4-5 നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടി ഉൾപ്പെടുത്തി എന്നുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ പൊതുവിൽ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ആശയം പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഒരു ആവശ്യമായിട്ടൊക്കെയാണ് പൊതുവിൽ ചിത്രീകരിക്കപ്പെടാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ വിഭജിക്കണം എന്നതൊരു സാഹചര്യം നിലനിൽക്കുന്നത് തന്നെ ഉണ്ടല്ലോ അല്ലേ? അല്ല, അങ്ങനെയൊരു സവിശേഷ ഒരു സാമുദായിക പ്രശ്നമല്ലല്ലോ ഇത്. നമ്മൾ കേവല ജനസംഖ്യ നോക്കിയാൽ ഇപ്പോഴത്തെ അല്ല, ഒരു 2001 നമ്മുടെ അവസാന സെൻസസ് നടക്കുന്നത് 2011 ഇപ്പോൾ 2011 സെൻസസിൻ്റെ കണക്കുകൾ തന്നെ നോക്കിയാൽ തൊട്ടടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയെക്കാളും 10 ലക്ഷത്തോളം ജനങ്ങൾ അന്ന് തന്നെ മലപ്പുറത്ത് കൂടുതലുണ്ട്. തന്നെയുമല്ല, ജനസംഖ്യ കുറഞ്ഞ ഒരു 4ഓളം ജില്ലകൾ നമ്മൾ വയനാടും പത്തനംതിട്ടയും കാസർഗോഡും ഇടുക്കി ഒരുമിച്ചെടുത്താൽ ആ 4 ജില്ലകളിലെയും ജനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ മലപ്പുറത്ത് മാത്രമുണ്ട്. അപ്പം അത്രയധികം ജനസംഖ്യയും അതേപോലെ പൊന്നാനി മുതൽ നിലമ്പൂർ വരെ നമുക്കറിയാം അത്ര വലിയൊരു ഭൂവിസ്തൃതിയും വ്യത്യസ്തമായൊരു ഭൂവിസ്തൃതിയും ഒക്കെ തീർച്ചയായിട്ടും ഒരു ഒരു ജില്ലാ പുനഃക്രമീകരണം വളരെയധികം ആവശ്യമാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. സോ ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഇത്തരം ടെക്നിക്കലായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അഭിപ്രായം എന്നുള്ള നിലയിലാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വിഭജനം സാധ്യമാവുകയാണെങ്കിൽ, ഇപ്പോൾ സാറ് ജില്ലാ വികസന കമ്മീഷണർ കൂടിയാണല്ലോ, അങ്ങനെയെങ്കിൽ എവിടെ ആസ്ഥാനമായിട്ടായിരിക്കണം അത് രൂപീകരിക്കപ്പെടുക? എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു വിഭജനം എന്നൊരു ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അത് കൂടുതൽ പഠനങ്ങൾ വേണ്ട ഒരു മേഖലയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മുടെ നവകേരള സദസ്സിൽ തന്നെ ഇങ്ങനെയൊരു ആവശ്യം പലരും ഉന്നയിച്ചപ്പോൾ അതിൻ്റെ ഒരു സാധ്യതാ പഠനം എന്നുള്ള നിലയിൽ നമ്മളോട് അഭിപ്രായങ്ങൾ തേടിയിരുന്നു. അന്നും നമ്മൾ ഈ രീതിയിൽ പൊതുജനങ്ങളുമായിട്ട് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ നൽകിയൊരു അഭിപ്രായം അത് തന്നെയാണ്. ഒരു പഠനം തീർച്ചയായിട്ടും ഇതിൽ ആവശ്യമുണ്ട്. ഇപ്പം മലപ്പുറം തന്നെ 2ആയിട്ട് വിഭജിക്കണമെന്നില്ല. സമീപ ജില്ലകൾ കൂടി ഒരുമിച്ച് പഠിച്ച് ജനങ്ങൾക്ക് പരമാവധി ഏറ്റവും എളുപ്പം എത്തിച്ചേരാവുന്ന കേന്ദ്രങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം വികസനമാകട്ടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാകട്ടെ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പം ഏതാണ്, അത് ഏത് രീതിയിലാണ് ചെയ്യാവുന്നത് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും വിദഗ്ധ പഠനം ആവശ്യമുള്ള മേഖലയാണ്. അങ്ങനെ പഠിച്ചു തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സാർ വന്നിരിക്കുന്ന സിറാജിൻ്റെ എജുവേ കരിയർ എക്സ്പോയിലാണ്. അപ്പം മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ട വാർത്ത, ഇത്തവണ A+ൻ്റെ എണ്ണം കുറവാണ് എങ്കിൽ പോലും 53,000-ലധികം കുട്ടികൾക്ക് സംസ്ഥാനത്തുടനീളം സീറ്റില്ല. അതിൽ ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നത് മലപ്പുറത്താണ്. സീറ്റുകളുടെ കുറവുണ്ട്. അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം പഴയതിനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടി ആണല്ലോ അത്. എങ്ങനെയാണ് ഈ കുട്ടികൾക്കൊരു സൗകര്യം ഒരുക്കുക? നമ്മളെങ്ങനെയാണ് ഇതിലൊരു എത്രത്തോളം നമുക്ക് ഒരു വികസനം കൊണ്ടുവരാൻ, കുട്ടികളുടെ ഈ കരിയർ രംഗത്ത് ഒരു വികസനം കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്? ഇല്ല, അത് സർക്കാർ നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിയാൽ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം നിശബ്ദമായിട്ടാണെങ്കിലും മലപ്പുറത്ത് നടന്നിട്ടുണ്ട്. അത് കുട്ടികൾ പാസ്സാകുന്നതിൻ്റെ എണ്ണം നോക്കിയാൽ അല്ലെങ്കിൽ A+ കിട്ടുന്ന ഈ വർഷമൊക്കെ നമുക്കറിയാം സയൻസ് വിഷയങ്ങൾ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ വളരെ പാടുള്ള പേപ്പറുകളായിരുന്നു. എന്നിട്ടും ഈ പറയുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ അതൊക്കെ ക്ലിയർ ചെയ്ത് മുഴുവൻ A+ നേടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സ്വപ്നങ്ങളും സാധ്യതകൾക്കും കൃത്യമായിട്ടും ഊന്നൽ നൽകുന്ന അതുകൂടി പഠിച്ച് അതിനാവശ്യമായ സീറ്റുകളാകട്ടെ ബാച്ചുകളാകട്ടെ അനുവദിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം ഒരു കുട്ടി പോലും പുറത്തു നിൽക്കാത്ത രീതിയിൽ അധിക ബാച്ചുകളൊക്കെ അനുവദിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത്. സോ ലോങ് ടേമിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് നമുക്കല്ലേ ഈ ഒരു മാറ്റം വന്നൊരു കാലഘട്ടത്തിൽ ആ മാറ്റത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഓരോ വർഷവും നമുക്കറിയാം നമ്മുടെ കുട്ടികൾ വലിയൊരു ശതമാനവും ഉപരിപഠനത്തിന് സജ്ജരായിട്ട് തന്നെയാണ് 10ാം ക്ലാസ് പൂർത്തിയാക്കുന്നത്. അവരുടെ ആശയങ്ങൾ എന്താണ്, സ്വപ്നങ്ങൾ എന്താണ് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് വിവിധ വിഷയങ്ങളിലേക്കുള്ള താല്പര്യങ്ങൾ മാറി വരുന്നുണ്ട്. മാനവശാസ്ത്രം ചൂസ് ചെയ്യുന്നവർ, സയൻസ് ചൂസ് ചെയ്യുന്നവർ, കൊമേഴ്സ് ചൂസ് ചെയ്യുന്നവരുടെയൊക്കെ എണ്ണവും കണക്കും ഒക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ഡാറ്റ ആയിട്ട് തന്നെ എടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആ ഡാറ്റയൊക്കെ അപഗ്രഥിച്ച് കുട്ടികളുടെ താല്പര്യം എന്താണെന്നും ഭാവിയിൽ
അവരുടെ ഫ്യൂച്ചറിനും കരിയറിനും ഒക്കെ മെച്ചപ്പെട്ട സ്ട്രീമുകൾ എന്താണ്, അതിന് എത്ര സീറ്റുകൾ വേണം, എത്ര ബാച്ചുകൾ വേണമെന്നൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ വരുന്ന വർഷങ്ങളിൽ കൂടുതൽ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സാർ ഒരു IAS കാരനാണ് എന്നതിലുപരി ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് IASലേക്ക് വരാൻ പ്രചോദനം നൽകുന്ന ഒരാൾ കൂടിയാണ്, സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ. അപ്പോൾ ഒരു IAS സ്വപ്നം കാണുന്ന കുട്ടിക്കുള്ള മുന്നിലുള്ള ഒരു കരിയർ സാധ്യതകൾ എത്രത്തോളമാണ്, എന്തൊക്കെ ആയിരിക്കണം അയാൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടതെന്ന് സാറോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഇല്ല, IAS ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പം ഞാൻ കുട്ടികളോട് സംസാരിച്ചത് അതാണ്, ഒരു ആത്മവിശ്വാസം വേണം. പലപ്പോഴും കുട്ടികൾക്കൊരു തോന്നലുണ്ട്, ഒരു വരേണ്യവർഗത്തിനല്ലേ, ഒരു വളരെ എലീറ്റായിട്ടുള്ള കോളേജുകളിൽ പഠിച്ച, അല്ലെങ്കിൽ എക്കണോമിക്കലി അല്ലെങ്കിൽ സോഷ്യലി അത്ര പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാൽ മാത്രം കിട്ടുന്നൊരു സംഗതിയാണ് ഇതെന്നൊരു തോന്നലുണ്ട് കുട്ടികൾക്ക്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1-2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. പക്ഷേ ഇന്ന് അല്ലേ, നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ കൃത്യമായൊരു പ്ലാനോടും ടൈം ടേബിളോടും കൂടി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അതിനാവശ്യമായ സ്റ്റഡി മെറ്റീരിയൽ കണ്ടെത്തുവാനും അതിനാവശ്യമായ ക്ലാസ്സുകളും മറ്റ് കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യുവാനും നല്ല മെൻറ്റേഴ്സിനെ കണ്ടെത്തുവാനും കേരളത്തിൽ തന്നെ ഒരു സാഹചര്യം കഴിഞ്ഞൊരു പതിറ്റാണ്ടിലൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. മലപ്പുറത്ത് പോലും നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലതും ഉയർന്നു വരുന്നുണ്ട്. സോ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത്, എല്ലാത്തിനും ഒരു ബേസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ IIT പഠിക്കാൻ പോകുന്നൊരു കുട്ടിയോട് പറയും ചെറുപ്പം മുതലേ മാത്സ് നന്നായിട്ട് പഠിക്കണം, ഫിസിക്സ് നന്നായിട്ട് പഠിക്കണം, ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ സിവിൽ സർവീസ് താല്പര്യമുള്ള കുട്ടികൾ പൊതുവിജ്ഞാനം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ബാച്ചൊക്കെ നോക്കിയാൽ, IAS ബാച്ചൊക്കെ നോക്കിയാൽ നമുക്കറിയാം, നല്ല ക്യൂസേഴ്സ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ നല്ല ഡിബേറ്റേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ എഡ്ജുണ്ട് അവിടെ. സോ ആ ഒരു ബേസിക് പൊതുവിജ്ഞാനവും സമൂഹത്തെക്കുറിച്ചുള്ള അറിവും അത് അപഗ്രഥിക്കാനുള്ള ശേഷിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, നമ്മൾ പലപ്പോഴും മലയാളി കുട്ടികൾ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം അതാണ്. നല്ല അറിവുള്ള കുട്ടികൾ പോലും ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവരുടെ ആശയങ്ങൾ ഒരു ഇൻവിജിലേറ്റർ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ പേപ്പറിൽ എഴുതാനോ ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അവർക്ക് സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. സോ അതുകൂടി ഓവർകം ചെയ്ത് ഇംഗ്ലീഷ് ഭാഷയിലാകട്ടെ അല്ലെങ്കിൽ സമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മറ്റ് ഭാഷകളിലാകട്ടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ കൂടി മെച്ചപ്പെടുത്തിയാൽ വലിയൊരു മാറ്റം സിവിൽ സർവീസ് മേഖലയിൽ ഒരു കുതിച്ചാട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഒരു പടിപടിയായ ഒരു ഉയർച്ച നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. 2010 അപേക്ഷിച്ച് 2026 വലിയ മാറ്റമുണ്ട് നമ്മുടെ സിവിൽ സർവീസ് മേഖലയിൽ. പക്ഷേ ഇനിയും വിപ്ലവകരമായ കൂടുതൽ മാറ്റങ്ങൾക്ക് വലിയ സ്കോപ്പ് ആ മേഖലയിൽ ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു IASലേക്ക് ഒക്കെ പോലെയുള്ള സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ ഈ കുട്ടിയുടെ താല്പര്യം തന്നെയല്ലേ പ്രധാനം? കുട്ടിക്ക് ഉള്ള ഒരു താല്പര്യം, അതോ രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഒരു IASകാരനാക്കി വാർത്തെടുക്കാൻ കഴിയുമോ? അങ്ങനെയല്ല, ഒരു നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ് അല്ല ഇത്. അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ഒരു താല്പര്യം വേണം അല്ലേ. സിവിൽ സർവീസിൽ വന്നാൽ ഈ പറയുന്ന പോലെ പല പോസിറ്റീവുകളുള്ളപ്പോൾ അതിന് നെഗറ്റീവുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഒരു ടെക്നിക്കൽ കരിയറിലുള്ളതുപോലെ തന്നെ സിവിൽ സർവീസിൽ ഉണ്ടാകണമെന്നില്ല. അതേപോലെ തന്നെ പബ്ലിക്കുമായിട്ട് വളരെയധികം ഇൻട്രാക്ഷൻ വരുന്ന ഒരു കരിയർ മേഖലയാണ്. പക്ഷെ അതൊക്കെ നമ്മളൊരു പരിധി വരെ നമുക്ക് നമ്മളെ തന്നെ നർച്ചർ ചെയ്തെടുക്കാൻ പറ്റും. പാരൻസിന് തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ആ ഒരു എക്സ്പോഷർ കൊടുത്താൽ അല്ലേ, ആ ഒരു രീതിയിൽ മാതാപിതാക്കൾ തങ്ങളുടെ സ്വപ്നങ്ങൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഞാൻ പറയാറുള്ളത്. പക്ഷേ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് അനുരൂപമായ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പൊതുവിജ്ഞാനം വളർത്തിയെടുക്കാൻ അടിസ്ഥാനപരമായിട്ട് എന്താണ് വേണ്ടത്? ഒരു വീട്ടിൽ നല്ലൊരു പത്രം വരുത്തുക അല്ലേ, കഴിയുമെങ്കിൽ നല്ലൊരു ഇംഗ്ലീഷ് പത്രം തന്നെ വരുത്തിയാൽ വളരെ നല്ലത്. സോ അങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നല്ലൊരു എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുവാനും സാമൂഹ്യ ബോധമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനും ഒക്കെ പാരൻസിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് തന്നെയാണ്. അതായത് കുട്ടികളെ നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും അവരുടെ സ്വപ്നങ്ങൾ നമ്മൾ കാണണം, അവരുടെ ആപ്റ്റിറ്റ്യൂഡും താല്പര്യങ്ങളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്, അത് സിവിൽ സർവീസ് ആണെങ്കിൽ സിവിൽ സർവീസ് ആകട്ടെ, അതൊരു ടെക്നിക്കൽ കരിയർ ആണെങ്കിൽ അങ്ങനെ ആകട്ടെ, ഒരു പൊളിറ്റിക്കൽ കരിയർ ആണെങ്കിൽ അങ്ങനെ ആകട്ടെ, അതിനാവശ്യമായ മികച്ച എൻവയോൺമെൻറ്റ് നൽകുന്നതിൽ അധ്യാപകരോളം തന്നെ സമൂഹത്തിനും മാതാപിതാക്കൾക്കൊക്കെ വലിയ പങ്കുണ്ട്, ഒരു സംശയമില്ല. മറ്റു കാര്യം കൂടി ചോദിക്കാം, അപ്പം മലപ്പുറം ജില്ല ഇനി ഏത് മേഖലയിലാണ് ഒരു വികസന കുതിച്ചാട്ടം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് മേഖലയാണ് പിന്നാക്കം, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? മലപ്പുറം ജില്ലയിൽ എന്താ പറയുക, നമുക്ക് അങ്ങനെ പല രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് വലിയൊരു കുതിച്ചാട്ടം നമ്മൾ കാണുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രത്യേകിച്ച് NH വന്നതിന് ശേഷം വലിയൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഉപരിപഠന മേഖലയിൽ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം, നമ്മൾ ഒരു നല്ല ഉപരിപഠന സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട്. പലപ്പോഴും ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് +2 കഴിഞ്ഞാൽ ഗൾഫിൽ പോകണം അല്ലേ, അങ്ങനെ പെട്ടെന്നൊരു ജോലി കിട്ടണം, പെട്ടെന്ന് സെറ്റിലാകണമെന്നൊരു മൈൻഡ് സെറ്റ് നമ്മുടെ കുട്ടികൾക്കുണ്ട്, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കുണ്ട്. അതിൽ ഒരു മാറ്റം വരുത്താൻ, കുറച്ചുകൂടി ലോങ് ടേം ആയിട്ട് ചിന്തിക്കാൻ അല്ലേ, പെട്ടെന്ന് സെറ്റിൽ ചെയ്യണതിനപ്പുറം നമുക്ക് താല്പര്യമുള്ള മേഖല എന്താണ്, അതിലെങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കാനും, ആ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രം പോരല്ല, അതിനാവശ്യമായ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, അതിനാവശ്യമായ ഒരു നോളജ് എക്കണോമി സിസ്റ്റം ആകട്ടെ, അത് കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇനിയും വളർന്നു വരാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.
ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അതാണ് സാറ് പറഞ്ഞതുപോലെ വികസന രംഗത്ത് IAS ഒക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ തന്നെ നിറം പകരുക, രക്ഷിതാക്കളെ സംബന്ധിച്ച് മക്കൾക്ക് അതിനനുസരിച്ചുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ഒരു ആശയം, അതിന് ശക്തി പകരുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കാരണം വലിയ ജനസംഖ്യയുള്ള ജില്ലയാണ്, മറ്റു പല ജില്ലകൾക്കും ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും മലപ്പുറത്ത് വേണ്ട വിധം ആളുകളിലേക്ക് എത്താതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആശയങ്ങൾക്ക് ഊർജം പകരട്ടെ. ജില്ലാ വിഭജനത്തെ മറ്റെന്തെങ്കിലും രീതിയിൽ കാണേണ്ടതില്ല എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മലപ്പുറത്തിന് കഴിയട്ടെ എന്ന് നമുക്കും കൂടി ആഗ്രഹിക്കാം. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.